ഇറാനെതിരെ യുദ്ധത്തിനിറങ്ങിയ അമേരിക്ക കണക്ക് കൂട്ടിയത് ദാരിദ്ര്യത്തിലേക്കും ക്ഷാമത്തിലേക്കും ഇറാനെ തള്ളിവിട്ട് ഭരണപരമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കി. ഒരു പാവ സർക്കാരിനെ അവരോധിച്ച് എത്രയും പെട്ടെന്ന് ദൗത്യം പൂർത്തിയാക്കി തിരിച്ചു വരാമെന്നായിരുന്നു ട്രംപും അമേരിക്കയും കണക്ക് കൂട്ടിയത്. ഇറാനല്ല ഇപ്പോൾ പട്ടിണി കൊണ്ട് പൊറുതിമുട്ടുന്നത്. ഏറ്റവും കടുത്ത ഭക്ഷ്യക്ഷാമമാണ് അമേരിക്കൻ നാവികർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. യുഎസിന്റെ യുദ്ധക്കപ്പലുകളിൽ കടുത്ത ഭക്ഷ്യക്ഷാമമുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഗുണനിലവാരമില്ലാത്തതും വളരെ പരിമിതവുമായ ഭക്ഷണമാണ് ഇറാനു ചുറ്റും നങ്കൂരമിട്ട് നിൽക്കുന്ന യുദ്ധക്കപ്പലുകളിലെ സൈനികർക്ക് നൽകുന്നതെന്ന് അവരുടെ ബന്ധുക്കളെ ഉദ്ധരിച്ചുകൊണ്ട് US ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. സൈനികർ പങ്കുവച്ച ചിത്രം പോലും US ടുഡേ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്നില്ല, കിട്ടുന്ന ഭക്ഷണമാണെങ്കിൽ രുചിയോ ഗുണമേന്മയോ ഇല്ല എന്നാണ് സൈനികരുടെ കംപ്ലൈൻറ്റ്. നാവികരും മറീനുകളുമായി ഏതാണ്ട് 3500-ൽ പരം ആളുകൾ ഈ യുദ്ധക്കപ്പലിൽ ഉണ്ടെന്നാണ് അമേരിക്കയുടെ ഔദ്യോഗികമായ വിശദീകരണം. ഇറാനെ പട്ടിണി കൊണ്ട് തോൽപ്പിക്കാൻ തീരുമാനിച്ച അമേരിക്ക ഇപ്പോൾ സ്വന്തം സൈന്യത്തിന് ആവശ്യമായ ഭക്ഷണം വിതരണം ചെയ്യാൻ കഴിയാത്ത അതിദയനീയമായ അവസ്ഥയിലാണുള്ളത്. ഇത്രയും വലിയ മാനക്കേടും പരാജയവും ഏറ്റുവാങ്ങുന്നത് അമേരിക്കൻ യുദ്ധചരിത്രത്തിൽ ആദ്യമായിരിക്കും എന്ന കാര്യത്തിൽ സന്ദേഹമില്ല.